ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. കാണുന്നില്ലേ? ഓക്കെ അല്ലേ? കാണുന്നില്ലേ? ഓഡിബിൾ ആണോ? ഞാൻ ഓക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കാവ്യ പറഞ്ഞത് കേട്ടില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ, തുടങ്ങാം. ഓക്കെ. അപ്പം നമ്മൾ ഒ ബിയിൽ ഹോത്തോൺ ഇഫക്റ്റിൻ്റെ ഒരു 5 പാർട്സ്, 5 കാറ്റഗറി നമ്മൾ കണ്ടു. ഹോത്തോൺ ഇഫക്റ്റിൻ്റെ 5 മേജർ പാർട്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇലൂമിനേഷൻ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ടുള്ളത്, പിന്നെ ടെസ്റ്റ് റൂം, അവരെ ഡെയിലി അവർ താമസിക്കുന്ന റൂം മാറ്റിയിട്ട് അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറ്റി കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം, അതായത് സൂപ്പർവൈസറും അതുപോലെ തന്നെ എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റ്. ആൻഡ് ലാസ്റ്റ് പേഴ്സണൽ കൗൺസിലിംഗ്. അങ്ങനെ 5 പാർട്ടാണ് നമ്മൾ ഒ ബിയിലെ ഹോത്തോൺ ഇഫക്റ്റിൽ കണ്ടത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫീൽഡ് ഓഫ് ഒ ബി ടുഡേ. ഒ ബിനെ പറ്റിയിട്ടാണല്ലേ, ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ്? ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. The study of structure, functioning and performance of organizations and the behavior of groups and individuals within them. അതിലുള്ള എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ അവരെ പറ്റിയിട്ട്, അവരുടെ ബിഹേവിയറിനെ പറ്റി പഠിച്ച് ആ ഒരു ഓർഗനൈസേഷനെ എങ്ങനെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാം, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്ത്, ഒ ബി അഥവാ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒ ബി സീക്സ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒ ബി എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സിൻ്റെ ബെറ്റർമെൻറ്റ് നോക്കുന്നുണ്ട്. ഇൻ ദ ഏർലി 20th century, factories were harsh, noisy and unsafe. Workers were treated like disposable machines, easily replaced due to the surplus of labor. ഏർലി 20th century നോക്കുകയാണെങ്കിൽ അന്ന് ഫാക്ടറീസ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ ഹാർഷും നോയ്സിയും അൺസേഫൊക്കെ ആയിരുന്നു. ഒട്ടും സേഫ് അല്ലാത്തൊരു ഫീൽഡായിരുന്നു ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത്. വർക്കേഴ്സിനൊക്കെ ഒരു മെഷീൻ പോലെയായിരുന്നു അന്ന് കണക്കൂട്ടിയിരുന്നത്. ഡിസ്പോസിബിൾ മെഷീൻ, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചെറിയുക, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയായിരുന്നു അന്ന് കണ്ടിരുന്നത്. ആൻഡ് ഡിസ്പോസിബിൾ മെഷീൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, വലിച്ചെറിയല്ല, പിന്നെ യൂസ് ചെയ്യാം. ഈസിലി റീപ്ലേസ്ഡ് ഡ്യൂ ടു ദ സർപ്ലസ് ഓഫ് ലേബർ. അതിനെ സർപ്ലസ് ഓഫ് ലേബർ കൊടുത്തുകൊണ്ട് അതിനെ റിപ്ലേസ് ചെയ്യാം. ദിസ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ കോൾഡ് തിയറി എക്സ് ബൈ ഡോഗ്ലസ് മെക്ഗ്രിഗർ assumed that people dislike work, avoid responsibility and need strict supervision. It led to distress, strict rules and a negative work environment. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈലിനെ എന്തെന്നാണ് വിളിച്ചത്? തിയറി എക്സ് എന്ന് വിളിച്ചു. എക്സ് തിയറി എന്ന് വിളിച്ചത് ഡോഗ്ലസ് മെക്ഗ്രിഗർ ആണ് ഈ ഒരു സ്റ്റൈലിനെ. അതായത് വർക്കേഴ്സിനൊരു ഡിസ്പോസിബിൾ മെഷീനായിട്ട് കാണുക, അതിനവർക്ക് പൈസ കൊടുത്തുകൊണ്ട്, ഒരു ലേബർ കൊടുത്തുകൊണ്ട് അതിനെ റിപ്ലേസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവത്തിന് തിയറി എക്സ് എന്ന് ഡോഗ്ലസ് മെക്ഗ്രിഗർ വിളിച്ചു. ആൻഡ് അസ്യൂംഡ് ദാറ്റ് പീപ്പിൾ ഡിസ്ലൈക്ക് വർക്ക്, അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ളതാണെന്ന് വെച്ചെങ്കിൽ പീപ്പിൾസിന് വർക്ക് ചെയ്യാനായിട്ട് തോന്നും, അവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, റെസ്പോൺസിബിലിറ്റീസ് തന്നെ അവരെ അവോയ്ഡ് ചെയ്യുന്നു, അവർക്ക് ഉത്തരവാദിത്തമില്ല, കാരണം അവിടെ വർക്ക് ചെയ്യാൻ, ആ കമ്പനിയിലേക്ക് പോകാൻ തന്നെ അവർക്ക് ഇഷ്ടമില്ല. ആൻഡ് നീഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ. ഇറ്റ് ലെഡ് ടു ഡിസ്ട്രസ്, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് എ നെഗറ്റീവ് വർക്ക് എൻവയറമെൻറ്റ്. ഇതൊക്കെ എന്തിലോട്ട് മാറ്റി? ഡിസ്ട്രസ്സും അതേപോലെ തന്നെ സ്ട്രിക്റ്റ് റൂൾസും നെഗറ്റീവ് വർക്ക് എൻവയറമെൻറ്റും. മൊത്തത്തിൽ അവിടെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം തന്നെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു. ടുഡേ മെനി കമ്പനീസ് ഫോളോ തിയറി വൈ വിച്ച് വ്യൂസ് എംപ്ലോയീസ് ആർ മോർ പോസിറ്റീവ്ലി. ഇപ്പോൾ കമ്പനീസൊക്കെ ഏതാണ് ഫോളോ ചെയ്യുന്നത്? തിയറി വൈ ആണ്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. തിയറി എക്സ് എന്ന് പറയുന്നത് എംപ്ലോയീസിനോട് യാതൊരുവിധ ഹ്യൂമാനിറ്റി ഇല്ലാത്തൊരു മെത്തേഡായിരുന്നു തിയറി എക്സിൽ ഉണ്ടായിരുന്നത്. തിയറി വൈ ആണെങ്കിൽ എന്തായിരുന്നു? എംപ്ലോയീസ് മോർ പോസിറ്റീവ്ലി ആയിരുന്നു. അതെല്ലാവരും പോസിറ്റീവായിട്ടാണ് എല്ലാം കാണുന്നത്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ എൻജോയ് വർക്ക് വെൻ കണ്ടീഷൻസ് ആർ റൈറ്റ്, സീക്ക് അച്ചീവ്മെൻറ്റ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ക്യാൻ ബി ക്രിയേറ്റീവ്. ഇതിൽ ഈ ഒരു തിയറി വയലാണെച്ചെങ്കിൽ എങ്ങനെയാണ്? എല്ലാവർക്കും വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് കണ്ടീഷൻസ് ആർ റൈറ്റ്, സീക്ക് അച്ചീവ്മെൻറ്റ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്തു തുടങ്ങി, കാരണം വർക്ക് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യമുണ്ട്. ആൻഡ് ക്യാൻ ബി ക്രിയേറ്റീവ്.
Managers under Theory Y aim to build trust, communicate openly, reduce hierarchy gaps, empower employees and involve them in decisions. അപ്പോൾ തിയറി വൈയിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടുത്തെ മാനേജേഴ്സൊക്കെ എങ്ങനെയായിരുന്നു? എയിം ടു ബിൽഡ് ട്രസ്റ്റ്, എംപ്ലോയീസിൻ്റെ ഇടയിലൊരു ബിൽഡ് ചെയ്തെടുക്കുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി, അവരായിട്ട് കൂടുതൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൻഡ് റെഡ്യൂസ് ഹയറാർക്കി ഗ്യാപ്സ്. ഹയറാർക്കി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ തലങ്ങൾ, ഏറ്റവും താഴെയുള്ള തലത്തിലെ എംപ്ലോയി, ആൻഡ് ദെൻ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാൾ, ആൻഡ് ദെൻ മാനേജർ, പിന്നെ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ, അങ്ങനെ 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 ഹയറാർക്കിയുടെ ആ ഒരു ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്തു. എല്ലാവരും തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷനായി. അപ്പോൾ ആ ഒരു ഹയറാർക്കി ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്തു. എംപവർ എംപ്ലോയീസ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ഡിസിഷൻസ്. എംപ്ലോയീസിനെ കുറച്ചും കൂടി എംപവർ ചെയ്തു. ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവരെയും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. ഇതാണ് തിയറി വൈയിൽ മാനേജേഴ്സ് ചെയ്തു വന്നത്. അപ്പോൾ ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് വന്നത്? തിയറി വൈ ആണ്. ഓക്കെ, അതുവരെ തിയറി എക്സ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ക്രൂര മനോഭാവം, എംപ്ലോയീസിനോട് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ടൈപ്പായിരുന്നു തിയറി എക്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് തിയറി വൈ ആണ്. കൂടുതൽ ബെറ്റർമെൻ്റ് ആയിട്ട്, ഓരോ ഓർഗനൈസേഷന് കൂടുതൽ ബെറ്റർമെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തിയറി വൈ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? The managers aim to build trust, communicate openly, reduce hierarchy gaps, empower employees and involve them in decisions. This modern approach focuses on developing employee skills, motivation and creativity, seeing them as valuable resources. ഈ ഒരു അപ്രോച്ച്, മോഡേൺ അപ്രോച്ച് എന്ത് ചെയ്തു? ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് എംപ്ലോയി സ്കിൽസ്. എംപ്ലോയീസിൻ്റെ സ്കിൽസും മോട്ടിവേഷനും ക്രിയേറ്റിവിറ്റിയും അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തു. ദ മാനേജേഴ്സ് റോൾ ഷിഫ്റ്റ് ഫ്രം കൺട്രോളിംഗ് വർക്കേഴ്സ് ടു സപ്പോർട്ടിംഗ് ആൻഡ് എനേബിളിംഗ് ദം ടു റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അവരെ കൺട്രോൾ ചെയ്യുക. മാനേജർ സ്വതവേ എന്താണ് ചെയ്യുന്നത്? എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുക. ആ ഒരു കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക, ആൻഡ് എനേബിളിംഗ് ദം ടു റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അവരൊരു ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ വേണ്ടിയിട്ട് അവർക്കുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഇംപ്രൂവിങ് ബോത്ത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. അതിനോടൊപ്പം തന്നെ എന്തും കൂടെ ഉണ്ടാക്കുന്നുണ്ട്? എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഓർഗനൈസേഷണൽ പെർഫോമൻസ്, കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസും വളർത്തിയെടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റി. ഇതാണ് OB seeks the betterment of human resources. ഹ്യൂമൻ റിസോഴ്സ് മൊത്തത്തിലൊരു ബെറ്റർമെൻറ്റിലോട്ട് പോയി. ആദ്യത്തെ 20th സെഞ്ച്വറിയിലൊക്കെ തിയറി എക്സ് ആയിരുന്നു. തിയറി എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പീപ്പിൾ ഡിസ്ലൈക്ക് വർക്ക്, അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് നീഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ. ഇതൊക്കെ എന്തിലോട്ട് ലീഡ് ചെയ്തു? ഡിസ്ട്രസ്റ്റ്, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് എ നെഗറ്റീവ് വർക്ക് എൻവയറമെൻറ്റ്. അതിനുശേഷം ഇപ്പോൾ കമ്പനികളൊക്കെ ഫോളോ ചെയ്യുന്നത് തിയറി വൈ ആണ്. അതായത് കുറച്ചും കൂടി എംപ്ലോയീസിനെ പോസിറ്റീവായിട്ട് കാണുക, അവരും പോസിറ്റീവ് വ്യൂവിൽ കമ്പനീനെ കാണുക. രണ്ടും കൂടെ എന്തായി? കണ്ടീഷൻസ് എല്ലാം റൈറ്റ് ആണ്, സീക്ക് അച്ചീവ്മെൻറ്റ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ക്യാൻ ബി ക്രിയേറ്റീവ്. ഇതിലൂടെ മാനേജേഴ്സിന് എന്ത് പറ്റി? ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി, റെഡ്യൂസ് ഹയറാർക്കി ഗ്യാപ്സ്, എംപവർ എംപ്ലോയീസ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ഡിസിഷൻസ്. ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ സ്കിൽസും മോട്ടിവേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ മോഡേൺ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ മാനേജേഴ്സിൻ്റെ റോള് കൺട്രോളിങ് എന്നത് മാറ്റിയിട്ട് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുക, അവരൊക്കെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ വേണ്ടിയിട്ട് അവരെ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും ഓർഗനൈസേഷണൽ പെർഫോമൻസും വളർത്തിയെടുക്കുക. ഇതാണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ ആണോ? ഇനി അടുത്തത് OB uses a contingency approach. രണ്ടാമത്തെ characteristics ആണ് OB uses a contingency approach. The contingency approach in organizational behavior, OB, says there is no single best way to manage or work. അതായത് സിംഗിളായിട്ട് ഒറ്റ വഴിയില്ല, ഒരു വഴി കൊണ്ട് മാത്രം നല്ല രീതിക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. ഒരു വഴി മാത്രം കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. Instead, the best methods depends on the situation. Traditional management sought universal rules for all organizations, but OB recognizes that workplace behavior is influenced by many factors. ഒരുപാട് കാര്യങ്ങളുണ്ട്, യൂണിവേഴ്സൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ റോൾസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ OB എന്താണ് പറയുന്നത്? OB തിരിച്ചറിഞ്ഞത് എന്താണ്? ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡി നടത്തിയതിലൂടെ അത് തിരിച്ചറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് പ്ലേസ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കാവ്യ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. കാവ്യയുടെ ഒരു വർക്ക് പ്ലേസ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവിടുത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്.
വീട്ടിൽ നിൽക്കുന്ന ബിഹേവിയർ ആയിരിക്കില്ല ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരുപാട് ഫാക്ടേഴ്സ് കാവ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. സച്ച് ആസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതിലാദ്യത്തെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇപ്പോൾ ഒരു ഷോപ്പാണ്, ആ ഷോപ്പിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ ഒരു വലിയൊരു കടയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ആശ്വാസം ഫീലിംഗ് ഒക്കെ നമുക്കുണ്ടായിരിക്കും. ചെറിയ കടയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തിക്കും തിരക്കും പണികളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ കൾച്ചർ, റിലേഷൻഷിപ്സ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് പേഴ്സണൽ ഡിഫറൻസസ്. ഇതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, കൾച്ചർ, റിലേഷൻഷിപ്സ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് പേഴ്സണൽ ഡിഫറൻസസ്. For example, two employees under the same boss may react differently to stress due to health, support systems or personality. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 എംപ്ലോയീസ് ഉണ്ട്, കാവ്യുണ്ട് ഞാനും ഉണ്ട് വിചാരിക്കാം. ഒരാളുടെ കീഴിലാണ് നമ്മൾ 2 പേരും വർക്ക് ചെയ്യുന്നത്. ബട്ട് മേ റിയാക്ട് ഡിഫറെൻ്റ്ലി ടു സ്ട്രെസ് ഡ്യൂ ടു ഹെൽത്ത്, സപ്പോർട്ട് സിസ്റ്റം ഓർ പേഴ്സണാലിറ്റി. ഇപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഞാനൊരു പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്യാഷിൻ്റെ കാര്യം, ഇന്നത്തെ ക്യാഷിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അത് വലിയൊരു ഇഷ്യൂ ആയി. ചിലപ്പോൾ ഞാൻ അതിനെ റിയാക്ട് ചെയ്യുന്നതും കാവ്യ റിയാക്ട് ചെയ്യുന്നതും രണ്ടുപേരും 2 തരത്തിലായിരിക്കും. അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കും? മേ ബി ഡ്യൂ ടു ഹെൽത്ത്, സപ്പോർട്ട് സിസ്റ്റം ഓർ പേഴ്സണാലിറ്റി. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിന് 2 പേരും 2 തരത്തിൽ റിയാക്ട് ചെയ്യും. ദിസ് അപ്രോച്ച് യൂസസ് ഇഫ് എ ദെൻ ബി അണ്ടർ കണ്ടീഷൻ സി, തിങ്കിങ്, മീനിങ്, ആക്ഷൻ ഷുഡ് മാച്ച് സ്പെസിഫിക് സിറ്റുവേഷൻ. ഈ ഒരു അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും അതേപോലെ ബിയും 2 പേരും സി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ്. ആൻഡ് തിങ്കിങ്, മീനിങ്, ആക്ഷൻ ഷുഡ് മാച്ച് സ്പെസിഫിക് സിറ്റുവേഷൻസ്. ഈ ഒരു സിറ്റുവേഷൻസ് ഒരേപോലെ ആയിരിക്കും. അതാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. നമ്മൾ ശരിക്കും എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ്ലി റിയാക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു അപ്രോച്ചിലൂടെ പറയുന്നത് എയും ബിയും എന്ന് പറയുന്ന ആൾ സി എന്ന കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ സി എന്നൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, അവിടെ എന്തോ ഇഷ്യൂ ഉണ്ട്. ഇവർ 2 പേരും മീനിങ്, ആക്ഷൻ ഷുഡ് മാച്ച് സ്പെസിഫിക് സിറ്റുവേഷൻസ്. സ്പെസിഫിക് സിറ്റുവേഷൻസിൽ ഇവരുടെ തിങ്കിങ്ങും മീനിങ് ആക്ഷൻസും ഒക്കെ എന്തായിരിക്കണം? ഷുഡ് ബി മാച്ച് ആയിരിക്കും. Understanding these differences help managers apply the right practices for different people and circumstances. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ അത് സ്പെസിഫിക് ആയിട്ട് മാച്ച് ആയിരിക്കും, മിക്കതും എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മാനേജേഴ്സ് എന്ത് വേണം? ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ആൻഡ് അപ്ലൈ ദ റൈറ്റ് പ്രാക്ടീസസ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് സർക്കംസ്റ്റാൻസ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻസ് അവർ നടത്തണം. ഡിഫറെൻറ്റ് പീപ്പിൾസിനും ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് മാനേജേഴ്സ് തയ്യാറാവണം. OB contingency approach values flexibility, adapts to complexity, and aims to create strategies that fit varying workplace needs rather than relying on fixed universal solution. അപ്പോൾ ഈ OBയുടെ ഒരു കണ്ടിൻജൻസി അപ്രോച്ച് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അഡാപ്റ്റ്സ് ടു കോംപ്ലക്സിറ്റി. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് എയിംസ് ടു ക്രിയേറ്റ് സ്ട്രാറ്റജീസ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് ദാറ്റ് ഫിറ്റ് വെരിയിങ് വർക്ക് പ്ലേസ് നീഡ്സ് റാദർ ദാൻ റിലീയിങ് ഓൺ ഫിക്സഡ് യൂണിവേഴ്സൽ സൊല്യൂഷൻ. അപ്പോൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായി അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ പല കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കാരണം സിറ്റുവേഷൻ അറിയണം. ചില ടൈമിൽ 2 പേരും, ഇപ്പം ഞാനും കാവ്യാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ 2 പേരും ചിലപ്പോൾ ഡിഫറെൻ്റ്ലി റിയാക്ട് ചെയ്യും ഒരു ഇഷ്യൂവിനോട്. ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഒരുപോലെ അതിനോട് റിയാക്ട് ചെയ്യും. അപ്പോൾ പല ടൈപ്പിലായിരിക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുക. അത് മനസ്സിലാക്കിയിട്ട് മാനേജേഴ്സിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു തിയറി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരേ ഒരു സൊല്യൂഷനിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരാനായിട്ട് OBയുടെ ഈ കണ്ടിൻജൻസി അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ബെറ്റർ റിസൾട്ട്സ് ബൈ മാച്ചിങ് ആക്ഷൻസ് ടു സ്പെസിഫിക് ഹ്യൂമൻ ആൻഡ് ഓർഗനൈസേഷണൽ കണ്ടീഷൻസ്. ഇത് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? അച്ചീവിങ് ബെറ്റർ റിസൾട്ട്സ്, നല്ലൊരു റിസൾട്ട് കിട്ടണം, ബൈ മാച്ചിങ് ആക്ഷൻസ് ടു സ്പെസിഫിക് ഹ്യൂമൻ ആൻഡ് ഓർഗനൈസേഷണൽ കണ്ടീഷൻസ്. ഒരു ഹ്യൂമൻ, അവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഒരു അപ്പുറത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും രണ്ടിനോടും കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ ഈ ഒരു രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്? മനസ്സിലാവുന്നില്ലേ? ഇനി അടുത്തത്
OB has a multidisciplinary focus. OBക്ക് എന്തുണ്ട്? മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ് ആണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നാണ് OBയിൽ ചെയ്യുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് മോർ എക്ലക്റ്റിക് ഇൻ ഇറ്റ്സ് അപ്രോച്ച്, ഡ്രോയിങ് ഹെവിലി ഫ്രോം എ വെറൈറ്റി ഓഫ് ഡിസിപ്ലിൻസ്, വൈൽ ഓർഗനൈസേഷണൽ സൈക്കോളജി ഡ്രോസ് മെയിൻലി ഫ്രം സബ് ഫീൽഡ് വിത്തിൻ സൈക്കോളജി. OBക്ക് ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. ഒരേ ഒരു ഡിസിപ്ലിനിൽ മാത്രമായിട്ടല്ല OB നിൽക്കുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇപ്പോൾ ഒരു സൈക്കോളജിയിൽ മാത്രമല്ല, വൈൽ ഓർഗനൈസേഷണൽ സൈക്കോളജി ഡ്രോസ് മെയിൻലി ഫ്രം ദ സബ് ഫീൽഡ് വിത്ത് സൈക്കോളജി. പക്ഷെ ഓർഗനൈസേഷണൽ സൈക്കോളജി എവിടെ നിന്നിട്ടാണ് വന്നിട്ടുള്ളത്? സൈക്കോളജിയിൽ നിന്നാണ്. സൈക്കോളജിയുടെ ഒരു സബ് ഫീൽഡാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്നുള്ളത്. പക്ഷെ OB അങ്ങനെയല്ല. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള സ്റ്റഡി അങ്ങനെയല്ല. അതിന് ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്, ഒരുപാട് ഡിസിപ്ലിൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. Among those that have contributed to the study of OB are psychology, social psychology, sociology, engineering, anthropology, management and even medicine. ഈ മേഖലകളിലൊക്കെ OB യൂസ് ചെയ്യുന്നുണ്ട്. ഏതിലൊക്കെ വരുന്നുണ്ട്? സൈക്കോളജിയിൽ വരുന്നുണ്ട്. കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്റ്റഡി ഓഫ് OB. ഇതൊക്കെ OBയുടെ സ്റ്റഡിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് സൈക്കോളജിയിൽ നിന്നുണ്ട്, സോഷ്യൽ സൈക്കോളജിയിലുണ്ട്, സോഷ്യോളജി, എൻജിനീയറിംഗ്, ആന്ത്രപ്പോളജി, മാനേജ്മെൻറ്റ് ആൻഡ് ഈവൻ മെഡിസിൻ. ഇതിലൊക്കെ OB യൂസ് ചെയ്യുന്നുണ്ട്. Quite obviously, the biggest influence on the field of OB comes from psychology. ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്താണ്, ഏറ്റവും കൂടുതൽ OBക്ക് വന്നിട്ടുള്ളത് സൈക്കോളജിയിൽ നിന്നാണ്, അല്ലെ? ബിഹേവിയറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് സൈക്കോളജി എന്നുള്ള ഫീൽഡിൽ നിന്നാണ് OBക്കുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളത്. ബിഹേവിയറിനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്. സൈക്കോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ പഠിക്കണം എന്നുള്ള ഇൻഫ്ലുവൻസ് മെയിനായിട്ട് വന്നിട്ടുള്ളത് സൈക്കോളജിയിൽ നിന്നാണ്. ആസ് സൈക്കോളജി ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് സ്റ്റഡിയിങ് ആൻഡ് അറ്റംപ്റ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിന്, ഒരാളുടെ, ഒരു ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ്റെ ബിഹേവിയർ പഠിക്കുക എന്നുള്ളതാണ് സൈക്കോളജി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ OB കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് സൈക്കോളജിയിൽ നിന്നാണ്. OB ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ സബ് ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. OB എന്തും കൂടെ ആയിട്ട് കരുതപ്പെടുന്നുണ്ട്? സബ് ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സൈക്കോളജിയുടെ സബ് ഫീൽഡാണ് OB, അങ്ങനെയും കരുതപ്പെടുന്നുണ്ട്. And in contrast to industrial, that focuses more on individual level issues, organizational behavior, and is more concerned with the social and group influences. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനെതിരെ നോക്കുകയാണെന്ന് ഇൻ കോൺട്രാസ്റ്റ് ടു ഇൻഡസ്ട്രിയൽ, ദാറ്റ് ഫോക്കസസ് മോർ ഓൺ ഇൻഡിവിജ്വൽ ലെവൽ ഇഷ്യൂസ്. കൂടുതലായിട്ടും ഇൻഡിവിജ്വൽ ലെവൽ ഇഷ്യൂസ് ആണ് നോക്കുന്നത്. ഓരോ എംപ്ലോയീസിൻ്റെയും തലത്തിൽ ഇങ്ങനെ പോയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് മോർ കൺസേൺഡ് വിത്ത് സോഷ്യൽ ആൻഡ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. അതിലെന്തും കൂടെ ഉൾപ്പെടുന്നുണ്ട്? സോഷ്യൽ ആൻഡ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു എംപ്ലോയിനെ പറ്റി പഠിക്കുമ്പോൾ എംപ്ലോയിയുടെ മാത്രം ബിഹേവിയർ അല്ല, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും കൂടെ നോക്കുന്നുണ്ട്. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കണം. കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിയിലെ അറ്റ്മോസ്ഫിയർ ഇയാളുടെ ബിഹേവിയറിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു കമ്പനിയുടെ സ്ട്രക്ചറും അതിലെ സോഷ്യൽ ഗ്രൂപ്പുകളും ലീഡർഷിപ്പും എല്ലാം കൂടെ നോക്കണം. അതാണ് OBയിൽ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ അങ്ങനെയല്ല. മെയിനായിട്ട് മൊത്തത്തിലുള്ള സ്റ്റഡിയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ. പക്ഷേ OBയിൽ നേരെ തിരിച്ചാണ്. ഇൻഡിവിജ്വൽ ലെവലിൽ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ വിത്ത് സോഷ്യൽ ആൻഡ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസസ്. ഓക്കെ ആണോ? ഇത്രയും പറയുന്നത് ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കണേ. ഓക്കെ. Social psychology has made important contributions to our study of group behavior, power and conflict. Similarly, sociology, the study of society, has also made important contributions to knowledge about group and intergroups dynamics in the study of OB. Social psychology എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബിഹേവിയറിനെ പറ്റി, ഗ്രൂപ്പ് ബിഹേവിയറിനെ പറ്റിയിട്ട്. സോഷ്യൽ സൈക്കോളജി 107 നമ്മൾ പഠിച്ചതാണ് ഗ്രൂപ്പ് ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ബിഹേവിയർ, അതിൻ്റെ പവർ, കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ സോഷ്യൽ സൈക്കോളജിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. സിമിലർലി അതേപോലെ തന്നെയാണ് എന്തിലും സോഷ്യോളജിയിൽ സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ്. ഹാസ് ഓൾസോ മെയ്ഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു നോളജ് അബൌട്ട് ഗ്രൂപ്പ് ആൻഡ് ഇൻ്റർ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇൻ ദ സ്റ്റഡി ഓഫ് OB. അപ്പോൾ ഇതേപോലെ തന്നെ OBയുടെ ഇൻ്റർ ഗ്രൂപ്പ് ഡൈനാമിക്സും ഗ്രൂപ്പ് ഡൈനാമിക്സും ഒക്കെ പഠിക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സോഷ്യോളജിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. രണ്ടിലും സോഷ്യൽ സൈക്കോളജിയിലും സോഷ്യോളജിയിലും എന്താണ് പറയുന്നത്, ഗ്രൂപ്പ് ബിഹേവിയറിനെ പറ്റിയിട്ട് അതിൻ്റെ പവറും കോൺഫ്ലിക്റ്റും ഒക്കെ നല്ല രീതിക്ക് വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ OB പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇനി ആന്ത്രപ്പോളജി നോക്കുകയാണെങ്കിൽ with its even more macro focus on human beings has contributed to our understanding of organizational culture. ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റഡി ഓഫ് കൾച്ചറാണ്. അപ്പോൾ ഇതിലെന്താണ്, ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഓർഗനൈസേഷണൽ കൾച്ചർ എങ്ങനെയാണ്, ഒരു കമ്പനിയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ കൾച്ചറും സ്ട്രക്ചറും എങ്ങനെയാണ്, അതാണ് ആന്ത്രപ്പോളജിയിലൂടെ OB ചെയ്യുന്നത്. Organizational environment and differences among national cultures and its implications for work behavior. അപ്പോൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, ഓർഗനൈസേഷണൽ കൾച്ചർ പഠിക്കുന്നുണ്ട്, ഓർഗനൈസേഷണൽ എൻവയറമെൻറ്റ് ആൻഡ് ഡിഫറൻസസ് എമംഗ് നാഷണൽ കൾച്ചർ, ഒരു ദേശത്തിൻ്റെ കൾച്ചർ എങ്ങനെയാണ്, അതേപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ വർക്ക് ബിഹേവിയർ, ഒരു എംപ്ലോയിയുടെ വർക്ക് ബിഹേവിയറിനെ അതെങ്ങനെയൊക്കെ ഇംപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആന്ത്രപ്പോളജിയിലൂടെ പഠിക്കുന്നത്. അതായത് കൾച്ചറാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്, സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൾച്ചറാണ്. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചറും കൂടെ അതിലൂടെ പഠിക്കും OBയിലൂടെ. ഇനി എൻജിനീയറിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഇൻ കോൺട്രാസ്റ്റ് ഹാസ് മെയ്ഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിസൈൻ ഓഫ് വർക്ക് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ സെറ്റിംഗ്. എൻജിനീയറിങ്ങിലൂടെ എന്താണ് ചെയ്യുന്നത്, വർക്കിനെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ സെറ്റിംഗ്. ഇതൊക്കെ ഓർഗനൈസേഷൻ്റെ ഒരു വർക്കിങ്ങിന് നല്ലൊരു ബെറ്റർമെൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് ആവശ്യമാണ്. എൻജിനീയറിങ്ങിലൂടെ ഡിസൈൻ ഓഫ് വർക്ക് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ സെറ്റിംഗ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ OB ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സ്റ്റഡിയാണ്. ആ ടൈമിൽ ഈ ഫീൽഡുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Lastly, it might surprise you to know that medicine, with its concern for both physical and psychological health, has developed our understanding of industrial health and more recently occupational health and well-being. ഏറ്റവും ലാസ്റ്റ് മെഡിസിൻ ഫീൽഡിൽ വരെ OB യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഹാസ് ഡെവലപ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ആൻഡ് മോർ റീസെൻ്റ്ലി ഒക്യുപ്പേഷണൽ ഹെൽത്തും വെൽബീയിങ്ങും, ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് ഒക്യുപ്പേഷണൽ വെൽബീയിങ്ങും ഇത് രണ്ടിലും മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഡിസിപ്ലിനുമായിട്ട് കണക്റ്റഡ് ആണ് എന്ത്, OB എന്നുള്ളത്. OBക്ക് ഒരു ഡിസിപ്ലിൻ മാത്രമല്ല, OBക്ക് ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. അതാണ് ലാസ്റ്റത്തെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. OB ഹാസ് എ മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ്. ഒരു കാര്യത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, മൾട്ടി ഡിസിപ്ലിൻസിലോട്ട് OB ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ അത്? ഇനി അടുത്തത് OB recognizes as open system. OB ഒരു ഓപ്പൺ സിസ്റ്റമായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, The field of OB pays a great deal of attention to the nature of organization themselves. OB എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? എ ഗ്രേറ്റ് ഡീൽ ഓഫ് അറ്റൻഷൻ ടു ദ നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ്റെ നേച്ചറിനെ പറ്റിയിട്ടാണ്. അവിടുത്തെ ഇൻഡിവിജ്വൽസ്, അവിടുത്തെ ഗ്രൂപ്പ്സ്, അവിടുത്തെ മാനേജേഴ്സ്, എങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ മൊത്തം നേച്ചറും ആര് നോക്കുന്നുണ്ട്? OBയിലൂടെ നോക്കുന്നുണ്ട്. ഇൻ സ്റ്റഡിയിങ് ഓർഗനൈസേഷൻ, OB പ്രാക്ടീഷണേഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് ഓർഗനൈസേഷൻസ് ആർ നോട്ട് ഫിക്സഡ്. അപ്പോൾ OB പഠിക്കുന്നതിലൂടെ, OB എന്ന് പറയുക ഒരു ഓർഗനൈസേഷനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കമ്പനിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ OB പ്രാക്ടീഷണേഴ്സ് അവരാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് ദാറ്റ് ഓർഗനൈസേഷൻസ് ആർ നോട്ട് ഫിക്സഡ്. ഓർഗനൈസേഷൻസ് ഒരിക്കലും ഫിക്സഡ് അല്ല, ഒരേപോലെയല്ല, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ബട്ട് ഡൈനാമിക് ആൻഡ് എവർ ചേഞ്ചിങ് എൻറ്റിറ്റീസ്. ഫിക്സഡ് അല്ല, ഡൈനാമിക് ആണ്, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇൻ അതർ വേർഡ്സ്, ദേ ആർ റെക്കഗ്നൈസ് ദാറ്റ് ഓർഗനൈസേഷൻസ് ആർ മോർ ഓപ്പൺ സിസ്റ്റം. അതിലൂടെ അവർ മനസ്സിലാക്കുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റമാണ്. എപ്പോഴും ഒരേ തരത്തിൽ വർക്ക് ചെയ്തു പോകാനായിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് സാധിക്കില്ല. അത് ഓപ്പൺ സിസ്റ്റമാണ്, ഫിക്സഡ് അല്ല, ഡൈനാമിക് ആണ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായി. The open system approach to organization assumes that organizations operate in a self-sustaining manner, transforming inputs into outputs in a continuous manner. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫോം ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന ഒരു ഓർഗനൈസേഷനിലോട്ട് വരുന്ന ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കിയിട്ട് മാറ്റും ഇൻ എ കണ്ടിന്യൂസ് മാനർ. അതൊരു കണ്ടിന്യൂസ് മാനർ ആക്കിയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓർഗനൈസേഷൻ
operate in a self-sustaining manner, and transforming inputs into outputs in a continuous manner. Inputs consist of the human, informational material, and financial resources used by the organization. ഇപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ നോക്കാം, കാണിച്ചു തരാം. പിക്ചർ കണ്ട, ഇത് ഇൻപുട്സ് ആണ്. ഒരു ഓർഗനൈസേഷനിലോട്ട് വരുന്ന ഇൻപുട്സ് എന്തൊക്കെയായിരിക്കും? ഇൻപുട്ട് കൺസിസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ, ഇൻഫർമേഷൻ, മെറ്റീരിയൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് അവിടുത്തെ എംപ്ലോയീസ്. ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്താ പറയുക, നമുക്ക് സ്കൂളെടുക്കാം. ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇൻപുട്സ് ഒക്കെ എന്തായിരിക്കും? അവിടുത്തെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ബെഞ്ച്, ഡെസ്ക്, അത്തരത്തിലുള്ള ഫർണിച്ചേഴ്സ്, ബ്ലാക്ക് ബോർഡ്, പിന്നെ സ്കൂൾ ബസ്, ഇതൊക്കെ അതിലോട്ടുള്ള ഇൻപുട്സ് ആണ്. ഓക്കെ, അതൊക്കെ ഇൻപുട്സ് ആണ്. 1 സെക്കൻഡ് കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ സ്കൂളിലെ ഇൻപുട്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, സ്കൂൾ ബസ്, ഇതൊക്കെ സ്കൂളിലെ ഇൻപുട്ടാണ്. ഇതൊക്കെ സ്കൂളിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. നല്ല രീതിക്ക് സ്കൂൾ വർക്ക് ചെയ്ത് പോകാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് എന്ത്? ഈ ഇൻപുട്ടുകൾ. ഇനി അതേപോലെ തന്നെ പ്രോസസ്സ് നോക്കുകയാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ അതർ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ അതർ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് നടത്തുക, സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സ്കൂൾ ചെയ്യുന്ന പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രോസസ്സാണ് ഇത്. ലാസ്റ്റ് ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് കിട്ടും. എന്തായിരിക്കും ഔട്ട്പുട്ട്? കുട്ടികൾ നല്ല രീതിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നു. പിന്നെ അതേപോലെ തന്നെ പാരൻസിൻ്റെ നല്ലൊരു ഫീഡ്ബാക്ക്, അതായത് അവരെ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, ഇതൊക്കെ അവരുടെ ഫീഡ്ബാക്കാണ്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് എവിടെയോട്ട് പോകും? പിന്നെയും ഇൻപുട്ടിലോട്ട് പോകും. അതായത് പാരൻസ് പറയാണ് ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, അവരുടെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്, അത് മാത്രമല്ല ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതർ ഐറ്റംസിലൊക്കെ കുട്ടി നല്ല ആക്റ്റീവാണ്. ഇതാണ് ഫീഡ്ബാക്ക്. അതും എന്താണ്? ഒരു ഇൻപുട്ടാണ്. ഇതാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് കമ്പനി നല്ല രീതിക്ക് വർക്ക് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ടും ഉണ്ടാകുന്നു. ഈ ഔട്ട്പുട്ട് എന്താണ്? നല്ല ഔട്ട്പുട്ടാണ് വെച്ചെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്. ഓക്കെ ആണോ? അത് മനസ്സിലായോ? ഓക്കെ അല്ലേ? Once the transformation is complete, they become outputs for customers, consumers and clients. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഔട്ട്പുട്ട് മൊത്തം കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കിട്ടും. Their actions and others in external environment and in turn affect the organization and the behavior of people. The output thus gets transformed back to input and the cycle continues. എന്താണ് ഈ ഔട്ട്പുട്ട്? എൻവയറമെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഈ ഔട്ട്പുട്ട് അതിൻ്റെ ഫീഡ്ബാക്കായിട്ട് അത് ഇൻപുട്ടായിട്ട് തന്നെ തിരിച്ചിട്ട് പോകും. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിൻ്റെ ഒരു അവസാനമല്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് മാനറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് എന്ത്? OBയുടെ കേട്ടോ. ഇതാണ് OB റെക്കഗ്നൈസസ് ഓർഗനൈസേഷൻസ് ആസ് ഓപ്പൺ സിസ്റ്റം. ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണിത്? പിക്ചർ ഓക്കെ ആയോ?
ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയും മതി. നമുക്ക് ഈ ഒരു പിക്ചർ വരെ എടുത്തിട്ട് നിർത്താം. OB റെക്കഗ്നൈസസ് ആസ് ഓപ്പൺ സിസ്റ്റം. 4 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? OB സീക്സ് ദ ബെറ്റർമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതിൽ തിയറി X ഉണ്ട്, തിയറി Y ഉണ്ട്. തിയറി Y ആണ് നല്ലത്. ഇപ്പോൾ കമ്പനീസ് ഫോളോ ചെയ്യുന്നത് തിയറി Y ആണ്. എൻ്റെ അടുത്തത് കണ്ടിൻജൻസി അപ്രോച്ച്. ഒരു നല്ല ഒരു വേ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു വേ ഒരു മാനേജർ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടില്ല. അതായത് സിറ്റുവേഷൻസ് അനുസരിച്ച് മാനേജർ അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കണം. കണ്ടിൻജൻസി അപ്രോച്ച് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി OBക്ക് മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ് ആണ്. ഒറ്റ ഡിസിപ്ലിൻ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. അതായത് സോഷ്യൽ സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, എൻജിനീയറിംഗ് ആൻഡ് ലാസ്റ്റ് മെഡിസിൻ. ഇനി അടുത്തത് OB റെക്കഗ്നൈസസ് ഓർഗനൈസേഷൻസ് ആസ് ഓപ്പൺ സിസ്റ്റം. ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് OB ഓർഗനൈസേഷനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് ഇൻപുട്സ് ഉണ്ടായിരിക്കും, അത് പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും. ആ എൻവയൺമെൻറ്റിൽ എത്തുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? തിരിച്ച് ഇൻപുട്ടായിട്ട് ഫീഡ്ബാക്കിൽ തന്നെ എത്തും. ഇതാണ് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. OBയുടെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ഓപ്പൺ സിസ്റ്റം, ഓർഗനൈസേഷൻ ഒരു ഓപ്പൺ സിസ്റ്റമായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ ഇത്രയും മതി. ബാക്കി നാളെ എടുക്കാം. ടൈം നാളെ ഉണ്ടായിരിക്കില്ല ക്ലാസ്, ഇനി മൺഡേ ആയിരിക്കും. അപ്പം ഞാൻ ടൈമിൽ മാറ്റം ഉണ്ടായിരിക്കും. കുട്ടികളുടെ എക്സാം എന്ന് വരാം? 27th വരെ ഉണ്ട്. 27th വരെ അല്ലേ? ഒരു 3 ദിവസത്തെ കാര്യം. ഞാൻ തേർഡ് ഇയർ ഈവനിങ് ആണ് ഇപ്പോൾ കൂടുതൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈവനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം ഞാൻ എങ്ങനെയെങ്കിലും നോക്കട്ടെ, നമുക്കത് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ റെക്കോർഡിങ് കാണാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം. ഓക്കെ, അതെ, ആരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ. അതാണ്. ഇപ്പൊ ഈവനിങ്ങിലേക്ക് വെക്കുകയാണെങ്കിൽ പരമാവധി എല്ലാവരും അറ്റൻഡ് എല്ലാവർക്കും ചെയ്യാന്നുള്ള. മാം ഒന്ന് അപ്പൊ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ മതി ഏത് ടൈമിനാണ് എല്ലാവർക്കും ഞാനിന്ന് പറ്റുകയെന്നുള്ളത്. ഗ്രൂപ്പിൽ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഈവനിങ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാനും എത്തുന്നത്, ഷോപ്പിൽ നിന്ന് എത്തുന്നത് ചിലപ്പോ ഒരു 9 മണി, 8, 9 മണിയൊക്കെ ആവും. 9 അപ്പോ മണിയാകുമ്പോൾ ഷോപ്പിൽ പിന്നെ നിന്ന് ഞാൻ എത്താൻ 1 സെക്കൻഡ്.